ലക്ഷദ്വീപിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ സ്ഥലം മാറ്റത്തിന് ഹൈക്കോടതി സ്റ്റേ. പ്രോസിക്യൂട്ടർമാരെ കോടതി ചുമതലകളിൽ നിന്ന് നീക്കി ഗവൺമെന്റ് ജോലിക്ക് നിയോഗിച്ച നടപടിയാണ് സ്റ്റേ ചെയ്തത്. അഡ്മിനിസ്ട്രേഷന്റെ നടപടി കോടതിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചെന്ന് ഹൈക്കോടതി പറഞ്ഞു. സ്ഥലമാറ്റം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വിശദീകരണം നൽകാനും കോടതി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററിനോട് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, അഡ്മിനിസ്ട്രേറ്ററുടെ വിവിധ നടപടികൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ നടപടിക്കെതിരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഇതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി വരുന്നത്. ഇത് ഹൈക്കോടതി ഇത് നിരീക്ഷിക്കുന്നത് ലക്ഷദ്വീപിൽ നടക്കുന്ന ലക്ഷദ്വീപിൽ എന്ത് നടക്കുന്നു എന്നത് ഹൈക്കോടതി അറിയുന്നുണ്ട് എന്ന് കൂടിയുള്ളൊരു പരാമർശം, വാക്കാലുള്ളൊരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതുകൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ലക്ഷദ്വീപിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ അവരുടെ ചുമതലകളിൽ നിന്ന് നീക്കിക്കൊണ്ട് മറ്റ് ചുമതലകളിലേക്ക് കോടതിപരമായ എന്താണ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അതിന് പകരം മറ്റ് ചുമതലകളിലേക്ക് അവരെ മാറ്റിയിരുന്നു. ഇതിന് എതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജികളിൽ ഇടപെട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഈ നടപടികൾ മൂലം ഈ കോടതിയുടെ പ്രവർത്തനങ്ങൾ, അതായത് ലക്ഷദ്വീപിൽ നിന്നുള്ള കേസുകളുടെ കാര്യങ്ങളിലടക്കമുള്ള കോടതികളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നു എന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സ്റ്റേ എന്ന് ചൂണ്ടിക്കാട്ടി അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ലക്ഷദ്വീപിൽ നടക്കുന്നത് എന്തെന്ന് സംബന്ധിച്ച് കോടതിക്ക് മാധ്യമങ്ങളിലൂടെയല്ല, കോടതികളുടേതായ വഴികളുണ്ടെന്നത് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വാക്കാൽ സൂചിപ്പിച്ചു എന്നതുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഈ ലക്ഷദ്വീപിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങളും അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ടാണ്. ഇപ്പോൾ ലക്ഷദ്വീപിൽ നടക്കുന്നത് എന്തെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് കോടതി പറയുമ്പോൾ അതിന് കൃത്യമായ അർത്ഥങ്ങൾ കൂടിയുണ്ട്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി കോടതി പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചു അല്ലെങ്കിൽ അതിനെ ബുദ്ധിമുട്ടിലാക്കി എന്നതിനപ്പുറം അതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടോ? അത് ഏകപക്ഷീയമായ നടപടികളായിട്ട് തന്നെയാണോ കോടതി കാണുന്നത്? നിലവിലെ പ്രതികരണങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്? കോടതി അവിടെ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രവർത്തനങ്ങൾ അത് മറ്റൊരു തലത്തിലേക്ക് കടന്നുകൊണ്ട് കോടതി വിശദീകരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് സമീപ സാഹചര്യങ്ങളിൽ നിന്ന് കോടതി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, എന്താണ് നടക്കുന്നതെന്ന് കോടതി അറിയുന്നു എന്നുള്ളൊരു സൂചന കൂടി അത് ഈ ഉത്തരവിൻ സ്റ്റേ ഓർഡറിന് കൂടി ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അല്ലായെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ അവിടെ എന്ത് നടക്കുന്നു എന്നത് കോടതി മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നു എന്ന് ഒരു പരാമർശം നടത്തേണ്ടതില്ല എന്നതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കോടതി അവിടെ ശ്രദ്ധിക്കുന്നത് തീർച്ചയായും തന്നെ അവിടുത്തെ നടപടികൾ ഇത്തരം ഈ രീതിയിലുള്ള തികച്ചും അഡ്മിനിസ്ട്രേറ്ററുടെ മാത്രമായ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്ന നടപടികൾ കൊണ്ട് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ, വ്യവഹാരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ആ നടപടി അതുകൊണ്ട് ശരി അല്ല എന്ന് തന്നെയാണ് സ്റ്റേ ഓർഡറിലൂടെ തന്നെ കോടതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും കോടതി പറയുന്നതും അത് തന്നെയാണ്. ഗോപി, യെസ് ഡാനി, ഈ പറയുന്ന പോലെ കോടതിയിൽ നിന്ന് ഏതായാലും ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അവിടെ ദ്വീപിലാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്ററുടെ ഏകാധിപത്യ തീരുമാനങ്ങൾ എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എങ്ങനെയൊക്കെയാണ് പ്രതിഷേധങ്ങൾ? മാത്രമല്ല, പ്രതിഷേധ സ്വരങ്ങളെ പരമാവധി പുറത്തെത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നതായി കേൾക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ഗോപി, ദ്വീപിലെ ഓൺലൈൻ മീഡിയക്കടക്കം അവർ അഡ്മിനിസ്ട്രേഷൻ അത് ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ അഡ്മിനിസ്ട്രേറ്ററുടെ മൊബൈലിലേക്ക് സന്ദേശം അയച്ചു എന്ന കുറ്റം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 4 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അത്തരം രീതികൾ തന്നെ ദ്വീപിൽ തുടരുന്നു. ഒപ്പം തന്നെ ഇത് പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന് മുന്നിലാണുള്ളത്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ സമരം നടക്കുകയാണ്. പ്രതിഷേധം ലക്ഷദ്വീപിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഹൈബീഡൻ MP ഇത് സമരം ഉദ്ഘാടനം ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു? ദ്വീപ് സമൂഹം വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ഏജൻറ്റ് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററായി കടന്നു വരുന്നതോടുകൂടി
അവരുടെ നിയമത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം അവിടുത്തെ സമുദായങ്ങളെ അല്ലെങ്കിൽ അവിടെ ഭൂരിപക്ഷ സമുദായങ്ങളായിട്ടുള്ള മുസ്ലിംസിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു നിലപാടാണ്. അത് അവരെടുത്തിട്ടുള്ള ബീഫ് നിരോധനമാണെങ്കിൽ പോലും, അതേപോലെ തന്നെ അവിടെയുള്ള ഭൂരിഭാഗം പേരുടെയും തൊഴിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട അവിടുത്തെ മത്സ്യബന്ധനത്തിൻ്റെ അവിടുത്തെ ഷെഡുകൾ സ്മാർട്ട് സിറ്റിയുടെ പേര് പറഞ്ഞ് പൊളിച്ചു മാറ്റുക, അതേപോലെ അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചാൽ ഒരു കുറിപ്പ് എഴുതിയിട്ടാൽ പോലും അവരെ വിത്തൗട്ട് ട്രയൽ അവരെ പിടിച്ച് തുറങ്കിലടക്കാനുള്ള ഗുണ്ടാ നിയമം ഉൾപ്പെടെയുള്ളത് കൊണ്ടുവരിക, ഇങ്ങനെ ഒത്തിരിയേറെ ആ ദ്വീപ് നിവാസികളെ വളരെയേറെ പ്രതിസന്ധിയിലാക്കുന്ന നിയമവുമായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് പട്ടേൽ കടന്നു വന്നിരിക്കുന്നത്. ഇതിന് സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമരമാണ്. ഇത് അവിടെ പീഡകൾ സഹിച്ചു കൊണ്ടുപോകുന്ന ദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമരം നടക്കുന്നത്. ഞങ്ങൾ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സഹോദരങ്ങളാണ് ലക്ഷദ്വീപ് നിവാസികൾ. കാരണം അവരുടെ വിദ്യാഭ്യാസത്തിനായാലും ഹോസ്പിറ്റൽ സൗകര്യത്തിനായാലും അവർ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ കൊച്ചി നഗരത്തെയാണ്. എന്തായാലും സമരവുമായിട്ട് തുടർന്ന് മുന്നോട്ട് തന്നെ തീർച്ചയായും ഈ രീതിയിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ തീരുമാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ഒരു സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. എന്താണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രധാനമന്ത്രി സ്വപ്നം കണ്ടാൽ അതിനെ പോലും ഈ രാജ്യത്തെ ജനങ്ങൾ പേടിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന് ഉള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവിടുത്തെ ജനങ്ങളുടെ സമ്മതമില്ലാതെ എന്ത് സ്വപ്നമാണ് പ്രധാനമന്ത്രിക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇത് വേറെ ഒന്നുമല്ല, ഇതൊരു കോർപ്പറേറ്റ് തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് ഹൈജാക്കിങ്. അവിടുത്തെ ജനങ്ങളുടെ സമ്മതമില്ലാതെ അവിടെ വ്യവസായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവിടെ കോർപ്പറേറ്റുകളെ എത്തിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് ഈ സമയത്ത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകിക്കൊടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമരം ഉദ്ഘാടനം ചെയ്യാനായി ഹൈബി ഈഡൻ MP എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒട്ടനവധി വിദ്യാർത്ഥികൾ അടക്കം ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടി ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പ്രകടമായേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിലേക്ക് സമരം മാറ്റിയെടുക്കാൻ കഴിയും. ഇവിടെ ലക്ഷദ്വീപിൽ നിന്നുള്ള ഗസ്റ്റ് ഹൗസിൽ, ലക്ഷദ്വീപിലെ ഗസ്റ്റ് ഹൗസിൽ അവിടെയുള്ള ഇവിടെ താമസിക്കുന്നവരുണ്ട്. ഇവരിനെല്ലാം തന്നെ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നാട്ടിലേക്ക് പോകാൻ ഭയക്കുന്ന പോലെയാണ് അവർ സംസാരിക്കുന്നത്. കാരണം അടുത്ത ദിവസങ്ങളിൽ കപ്പലിൽ അവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ളതാണ്. പക്ഷേ നാട്ടിലെ ഒരു അവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം വീടുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എന്താണ് വീടുകളിലെയും അതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ ഒരു അവസ്ഥ എന്തെന്ന് അവർക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല. ഏതായാലും ഇപ്പോൾ ഹൈബി ഈഡൻ അടക്കം എത്തിയിരിക്കുന്നു. സമരം ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുകയാണ്. അല്ല, ദ്വീപ് നിവാസികൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് കൊച്ചി എന്ന പ്രദേശവുമായി അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. ദ്വീപിൻ്റേതായ ഒരു സാംസ്കാരിക തനിമയുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ജീവിത ശൈലിയുണ്ട്. സ്ത്രീകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സുരക്ഷിതർ ദ്വീപ് സമൂഹങ്ങളിലാണ്. ഒരു ക്രൈമും സ്ത്രീകൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യാത്തൊരു സ്ഥലമാണ്. എന്നാൽ അവിടെയാണ് വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ, അവരുടെ പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ നിഷ്ക്രിയരാക്കിക്കൊണ്ട് അവിടുത്തെ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. മത്സ്യബന്ധനം എന്ന് പറയുന്നത് അവരുടെ വലിയ ജീവനോപാധിയാണ്, ലൈവ്ലിഹുഡാണ്. ആ മത്സ്യബന്ധനം നടത്തുന്ന തീരദേശ നിവാസികളെ, മത്സ്യത്തൊഴിലാളികളെ പരിപൂർണമായി തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ഗുജറാത്തിൻ്റെ, പ്രഫുൽ പട്ടേൽ. ഗുജറാത്ത് ഒരു ഡ്രൈ സ്റ്റേറ്റാണ്. പക്ഷേ ഒരു സാംസ്കാരിക കടന്നുകയറ്റം എന്ന രീതിയിൽ ബാറുകൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം
ഈ ലക്ഷദ്വീപ് നിവാസികളെ ഏറെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു നീക്കുക, സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള കരാർ ജീവനക്കാരായിട്ടുള്ള ആളുകളെ ആ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളും നയങ്ങളും ഒരു കോവിഡ് രോഗി പോലും ഇല്ലാത്ത ലക്ഷദ്വീപിനെ ഇന്ന് ഒരു സൂപ്പർ സ്പ്രെഡ് 60% പോസിറ്റിവിറ്റി റേറ്റ് ഉള്ള ഒരു ദ്വീപായി ലക്ഷദ്വീപിനെ മാറ്റിയിരിക്കുകയാണ്. ഇതിന് രാഷ്ട്രീയമോ ജാതിമത ചിന്തകൾക്കോ എല്ലാം അതീതമായി കേരളത്തിൻ്റെ പരിപൂർണമായ ഐക്യദാർഢ്യം ലക്ഷദ്വീപിലെ സഹോദരീ സഹോദരങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണം എന്നുള്ള ആവശ്യവുമായാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. യശശരീരനായ PM സയ്യിദ് സാഹിബ് ഉണ്ടായിരുന്നപ്പോൾ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന ദ്വീപുകാർ, അവരുടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരമാണെങ്കിലും കോഴിക്കോടാണെങ്കിലും കൊച്ചിയാണെങ്കിലും അവിടുത്തെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നിരുന്ന, ആരോഗ്യത്തിന് വേണ്ടി വന്നിരുന്ന നമ്മുടെ കേരളം അവരുമായി ഏറെ ഇഴചേർന്ന് പോകുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് ഏതായാലും ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരങ്ങൾ അത് പൊതുയിടങ്ങളിലും സൈബർ ഇടങ്ങളിലും വിവിധ ഇടങ്ങളിലും അത് ശക്തമായി തുടരുന്നു. സുരേന്ദ്രൻ എന്നുള്ളത് ടൂറിസത്തിന്റെ ഭാഗമാണ്. ഈ കേരളത്തിലെ ടൂറിസം വകുപ്പും കേരള ഗവൺമെന്റും മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ മലപ്പുറം ജില്ല ഒഴിവാക്കിയിട്ടില്ലല്ലോ. മദ്യം വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ആപ്പ് ഉണ്ടാക്കുന്നവരാണ്. സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള എല്ലാ സംസ്ഥാനങ്ങളും വിദേശ ടൂറിസ്റ്റുകൾക്ക് മദ്യം ലഭ്യമാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം ലക്ഷദ്വീപിലെ 99% ആളുകളും ചാരായം വാങ്ങി കുടിച്ചുകൊള്ളൂ എന്നുള്ള സർക്കാരിന്റെ തീരുമാനമല്ല. ഈ രീതിയിലുള്ള വ്യാജ പ്രചരണം നിങ്ങൾ എന്തിനാണ് നടത്തുന്നത്? എന്തിനാണ് ഈ പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഉദ്ദേശം ലക്ഷദ്വീപിലെ രാഷ്ട്രീയമല്ല. ലക്ഷദ്വീപിനെ ഉപയോഗിച്ച് കേരളത്തിൽ നടക്കുന്ന വംശീയ പ്രചരണമാണ്, വിദ്വേഷ പ്രചരണമാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ, മതന്യൂനപക്ഷങ്ങളെ ആകെ ആശങ്കയിലാക്കി ലാഭം കൊയ്യാനുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു കാര്യം, ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള നയമുണ്ടോ? ലക്ഷദ്വീപിലേക്ക് AICC സംഘത്തെ അയക്കുകയാണ്. ലക്ഷദ്വീപിനെ കാശ്മീരാക്കുന്നു എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ലക്ഷദ്വീപിനെ കാശ്മീരാക്കിയാൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. KC വേണുഗോപാൽ, കാശ്മീരിൽ ഒരു കുഴപ്പവും ഇപ്പോൾ ഇല്ല. തീവ്രവാദം കുറഞ്ഞു, സ്കൂളുകൾ തുറന്നു, ക്രിസ്മസ് ആഘോഷിച്ചു, എല്ലാ ആഘോഷങ്ങളും അവിടെ നടക്കുന്നു, വിദ്യാലയങ്ങൾ തുറന്നു. കോവിഡ് ആയതുകൊണ്ട് പൂട്ടിയിട്ടുണ്ടാവും. കാശ്മീർ സമാധാനപരമായി. ലക്ഷദ്വീപിൽ BJP അതിൻ്റെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നു, RSS അതിൻ്റെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നു. അതിന് പറഞ്ഞ കാരണങ്ങളാണ് ഇതെല്ലാം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, പച്ചക്കള്ളമാണ്, ലക്ഷദ്വീപിൻ്റെ പേരിൽ നടക്കുന്ന നുണപ്രചരണമാണ്. അതിന് ചില സിനിമാ താരങ്ങളും കൂടിയിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം വേറെയാണ്. 3000 കോടി രൂപയുടെ മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്നത് ചില്ലറയല്ലല്ലോ. ആ ലോബിക്ക് കൊച്ചിയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ചില ആളുകൾ ഇങ്ങനെയുള്ള കള്ളങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വിശ്വസിക്കാൻ മാത്രം മടയന്മാരായിരിക്കില്ല ലക്ഷദ്വീപ് നിവാസികൾ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് സത്യം വൈകാതെ തിരിച്ചറിയും. അവിടെ വികസനം വേണം, അവിടെ സമാധാനം ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് കോൺഗ്രസ്. AICC പ്രതിനിധികൾ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ലക്ഷദ്വീപിനെ മറ്റൊരു കാശ്മീരാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതെന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? ദ്വീപിനെ മറ്റൊരു കാശ്മീരാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കും കോൺഗ്രസ് പാർട്ടി. അതിന് ഒരു കാരണവശാലും ഇതിനെ അനുവദിക്കില്ല. AICCയുടെ ജനറൽ സെക്രട്ടറിയോട് ലക്ഷദ്വീപിലെ കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷദ്വീപിലെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് മുസ്ലിം ലീഗ്. ഇക്കാര്യത്തിൽ മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കണമെന്നും നിയമ നടപടികൾ ആലോചിച്ചിട്ടുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ വളരെ
ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. ഇതൊക്കെ BJPയുടെയും RSSന്റെയും ഒക്കെ ഒരു നയമാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വത്തിന് പാരവെക്കുന്ന ഇത്തരം നടപടികൾക്കെതിരായി IUML ദേശീയ കമ്മിറ്റി മീഡിയ ക്യാമ്പയിൻ, സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റു മീഡിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെ പുതിയ പരിഷ്കാരങ്ങളിൽ ആശങ്കയുണ്ടെന്ന് കൊച്ചിയിൽ കഴിയുന്ന ദ്വീപ് നിവാസികൾ. ഉള്ളിൽ തീയുമായാണ് ദ്വീപിലേക്കുള്ള കപ്പലും കാത്ത ഇവർ കഴിയുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനങ്ങൾക്കെതിരെ ലക്ഷദ്വീപിൽ വലിയ രീതിയിലുള്ളൊരു രോഷം പുകയുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ നേരിടുന്ന രീതിയിൽ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർ രീതിയിലുള്ള ഭരണത്തിന്റെ മുന്നോട്ട് പോക്ക്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ലക്ഷദ്വീപിൽ നിന്ന് കഴിഞ്ഞ നാളുകൾക്കിടയില്ലാത്ത ഒരു പുതിയ രീതിയിലേക്ക് ഈ ഒരു പ്രതിസന്ധി മാറിയിരിക്കുന്നു. കൊച്ചിയിലും പ്രത്യേകിച്ച് കേരളത്തിലെല്ലാം തന്നെയും ഇതിൻ്റെ ഒരു പ്രതിഷേധ ധ്വനികൾ ഉണ്ടാകുന്നുണ്ട്. പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കൊപ്പം ലക്ഷദ്വീപിലെ അന്തേവാസികളായവർ ഇപ്പോൾ കൊച്ചിയിലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൽ ഉണ്ട്. അവർ നമുക്കൊപ്പം ചേരുകയാണ്. നിരോധനം, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ താൽക്കാലിക കെട്ടിടങ്ങൾ, ഇതെല്ലാം തന്നെ പൊളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണത്? 100% മുസ്ലിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തിൽ നാം എന്ത് ഭക്ഷിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അവരല്ല തീരുമാനിക്കുന്നത്. അത് നമ്മൾക്ക് തിന്നുന്ന അതിനെ ബീഫ് വിരോധിക്കുകയും അതിനെ അറക്കുന്ന കശാപ്പ് ചെയ്യുന്നവരെ 10 വർഷം വരെ തടവിൽ വെക്കാനും ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം കർശനമായിട്ട് നടപ്പിൽ വെക്കാനാണ് ഈ ഗുണ്ട ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ദ്വീപിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒരേ സ്വരത്തിലാണ് ഈ നിയമത്തിന് വേണ്ട എന്നുള്ള കണക്കിലാണ്. എത്രയും പെട്ടെന്ന് ഈ അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചെടുക്കുക എന്നുള്ള ഇതിലാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഏകോപിച്ചുകൊണ്ടുള്ള വാക്ക്. വലിയ പരിഷ്കാരം നടപ്പാക്കുന്നു, ഒപ്പം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും വരുന്നു. അവിടെ മെയിൻ ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഡയറി ഫാം എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് അവരുടെ ബ്രാൻഡിലുള്ള മിൽക്കോ അമൂല്യ പാലോ കൊണ്ടുവന്ന് നമ്മളെ കുടിപ്പിക്കുന്നുണ്ട്. ഇനി നേരെ മറിച്ച് കുറേ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും അവർ ഇഷ്ടപ്പെടുന്ന സാധനം, നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമോ കുടിക്കുന്ന പാനീയങ്ങളോ ഒന്നും സമ്മതിക്കുന്നില്ല. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം, അത് ഇപ്പോഴും ഇല്ല അവിടെ. ഇല്ല. ഈ രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വളരെയേറെ ആശങ്കകൾ അവർക്കുണ്ട്. നാട്ടിലേക്ക് വിളിക്കുമ്പോഴെല്ലാം അവിടെ നിന്നുള്ള കുടുംബം പങ്കുവയ്ക്കുന്നതും അതേ ആശങ്കകൾ തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. സമാധാനത്തോടെ ജീവിക്കുന്നവരെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരണ നടപടികളെന്ന് ലക്ഷദ്വീപ് സ്വദേശിയായ ആസിഫ്. പിതാവിന്റെ ചികിത്സയ്ക്കായി കോഴിക്കോടെത്തിയ ആസിഫ് ദ്വീപിലേക്കുള്ള തിരിച്ചുപോക്കലിന് ആശങ്കയോടെയാണ് കാണുന്നത്. വിനീഷ് കുമാർ റിപ്പോർട്ട്. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരണ നടപടികളെ തുടർന്ന് ലക്ഷദ്വീപിൽ അശാന്തി പുകയുകയാണ്. ലക്ഷദ്വീപിലെ നിന്നുള്ള ഒരു അതിഥി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. ആസിഫാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് ഈ ലക്ഷദ്വീപിലെ ഒരു പൊതു അവസ്ഥ? എന്താണ് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് കൊറോണ ഗ്രീൻ സോണാക്കി നിർത്തിയ ലക്ഷദ്വീപിൽ ഈ അഡ്മിനിസ്ട്രേഷൻ വന്നതോടുകൂടി ലക്ഷദ്വീപിൽ കൊറോണ താണ്ഡവം തുടങ്ങി. കപ്പൽ കയറി വന്നെന്ന് പറയാം. എന്തെന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യങ്ങൾ നടക്കണമായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു SOP ഇറക്കിയത്. പിന്നെ ഇപ്പോൾ ലക്ഷദ്വീപിൽ ഏറ്റവും വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് ലാൻഡിൻ്റെ കാര്യമാണ്. ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ലാൻഡ് ഏത് ആവശ്യത്തിനും എടുക്കാം. 3 വർഷം കൊണ്ട് ആ ലാൻഡ് എക്വയർ ചെയ്യാം. പക്ഷേ അതിന് ഒരാൾക്കും ചോദിക്കാൻ പാടില്ല. ചോദിക്കുന്ന ആൾക്ക് ഫൈൻ അടക്കാനും ലക്ഷദ്വീപിലെ തുറങ്കലിലടക്കാനുമാണ് നിയമം വരുത്തുന്നത്. അവിടെ മദ്യഷാപ്പുകൾ അനുവദിക്കുന്നു കേന്ദ്ര സർക്കാർ. എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ടൂറിസത്തിന്റെ ഒരു വികസനമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് എത്രത്തോളം അവിടുത്തെ ജനതയെ ബാധിക്കും? ഇന്നവരെയും ഇല്ലാത്ത ഒരു പ്രൊസീജിയേഴ്സാണ് ഈ മദ്യം. എന്തുകൊണ്ട് മദ്യം ഇറക്കുന്നു? ലക്ഷദ്വീപിൽ 99% മുസ്ലിംസ് ജീവിക്കുന്ന സ്ഥലമാണ്. ഡ്രൈ ലാൻഡ് എന്ന് പറഞ്ഞ് ആണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് മദ്യം കൊണ്ടുവന്നിട്ട് ലക്ഷദ്വീപ് ജനങ്ങളെ തെറ്റിന്റെ വാദത്തേക്കാണ് ഇപ്പോഴുള്ള അഡ്മിനിസ്ട്രേഷൻ പോക്കാൻ തീരുമാനിക്കുന്നത്. ഗുണ്ടാക്ടിന്റെ ആവശ്യം ലക്ഷദ്വീപിലുണ്ടോ? ആവശ്യകത എന്താന്ന് പോലും അറിയാത്ത ഒരിതാണ്. എന്താന്ന് വെച്ചാൽ
ലക്ഷദ്വീപിൽ ഇന്ത്യയിൽ ഏറ്റവും ക്രൈം കുറവുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ്. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോട്, അതുപോലെ തന്നെ എറണാകുളം, കൊച്ചി. ഈ സ്ഥലങ്ങളിലേക്കല്ല നിങ്ങൾ ഇനി ആവശ്യങ്ങൾക്ക് കൂടുതൽ മംഗലാപുരത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. എന്താണ് ഇതിന് പിന്നിൽ? എന്തെങ്കിലും അജണ്ടയുണ്ടോ ഇത്തരത്തിലുള്ള ഒരു ഇങ്ങനെ ഒരു നിർദ്ദേശത്തിന് പിന്നിൽ? എന്താന്ന് വെച്ചാൽ കോഴിക്കോടും കൊച്ചിയും തമ്മിലുള്ള ബന്ധം നിർത്തിക്കൊണ്ട് കർണാടക BJPന്റെ സൈറ്റാണല്ലോ, അവിടെ വളർത്തുക. ലക്ഷദ്വീപുകാരെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യുക, കർണാടക സ്റ്റേറ്റ് BJPന്റെ കയ്യിലായതുകൊണ്ട് അവിടെ വളർത്തിയെടുക്കുക, അവിടുത്തെ ബിസിനസ് ലോബികളെ വളർത്തുക എന്നുള്ളൊരു രീതിയാണ് ഇവിടെ കാണുന്നത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ NSS. സതീശൻ സ്ഥാനലബ്ധിയിൽ മതിമറക്കുന്നുവെന്ന് NSS ആരോപിക്കുന്നു. മത സാമുദായിക സംഘടനകളെ നിലവാരം കുറഞ്ഞ ഭാഷയിൽ വിമർശിക്കുന്നത് ആർക്കും യോജിച്ചതല്ലെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ പറയുന്നു. ശ്രീത്താണ് ചേരുന്നത്. ശ്രീത്ത്, എന്തൊക്കെയാണ് വിമർശനങ്ങൾ? ഗോപി, പ്രതിപക്ഷ നേതാവായി ചുമതലയെടുത്ത ശേഷം VD സതീശൻ സാമുദായിക സംഘടനകൾക്കെതിരെ ചില പ്രസ്താവനകൾ നടത്തിയെന്നാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പുറത്തിറക്കി വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് VD സതീശനും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് NSS ആസ്ഥാനത്തെത്തുകയും 1 മണിക്കൂർ ചർച്ച നടത്തുകയും തുടർന്ന് താലൂക്ക് യൂണിയനെയും അടക്കം കണ്ടുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. എന്തായാലും സ്ഥാനലബ്ധിക്ക് ശേഷം VD സതീശൻ മതിമറന്നു എന്നതാണ് NSS ജനറൽ സെക്രട്ടറി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എല്ലാ സാമുദായിക സംഘടനകളെയും ചേർത്ത് നിർത്താറുള്ള പതിവുള്ളതാണ്. അതിന് വിരുദ്ധമായി ഒരു സ്ഥാനലബ്ധി ഉണ്ടായ ശേഷം NSSനെ വിമർശിക്കുന്നത് അത് കോൺഗ്രസിന്റെ നിലപാടാണോ എന്നും G. സുകുമാരൻ നായർ ഈ വാർത്താക്കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിൽ അഭിപ്രായം പറയുക എന്നുള്ള ഒരു രീതിയില്ല, പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾക്കുണ്ട് എന്നും G. സുകുമാരൻ നായർ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആവശ്യം വരുമ്പോൾ സാമുദായിക സംഘടനകളുടെ പിന്നാലെ എത്തുകയും അതിനുശേഷം അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന രീതി ആർക്കും ഗുണമല്ല. എല്ലാ സർക്കാരുകളോടും ഒരേ നിലപാടാണ്, രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ നിലപാടാണ് NSSനുള്ളത്. അതേസമയം തെറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്താൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നടപടിയാണ് NSS ചെയ്യാറുള്ളതെന്നും G. സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. ഗോപി, ശരി. രാജൻ P. ദേവിന്റെ മകൻ ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യ പ്രിയങ്കയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് നടപടി. മരിക്കുന്നതിന് മുൻപ് ഉണ്ണിക്കും കുടുംബത്തിനുമെതിരെ പ്രിയങ്ക പോലീസിൽ പരാതി നൽകിയിരുന്നു. VS സനുവാണ് ചേരുന്നത്. അനുവും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, രാജൻ P. ദേവിന്റെ മകൻ ഉണ്ണിയെയാണ് നെടുമങ്ങാട് ഡിവൈഎസ്പി നേതൃത്വ സംഘം ഇപ്പോൾ അങ്കമാലിയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും പോലീസ് സംഘം എറണാകുളത്ത് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റ് കോവിഡ് അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. ഉണ്ണിയുടെ ഭാര്യ പ്രിയങ്കയുടെ മരണവുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഉണ്ണി തന്നെ ക്രൂരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പ്രിയങ്ക പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈ വലിയ രീതിയിൽ വിദ്വേഷം അല്ലെങ്കിൽ അസഭ്യം പറയുന്ന പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പ്രിയങ്ക നേരത്തെ വട്ടപ്പാറ പോലീസിന് തെളിവായി നൽകുകയും ചെയ്തിരുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ട് തലേ ദിവസമാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. പരാതി നൽകിയതിനു ശേഷം പ്രിയങ്ക ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു കൃത്യമായ തെളിവുകൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഏതായിരുന്നാലും നെടുമങ്ങാട് പോലീസും നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വട്ടപ്പാറ പോലീസും കൊച്ചിയിലെത്തി ഉണ്ണിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അനുവാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ സ്പീക്കറായ MP രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. MP രാജേഷിന് 96 വോട്ടും PC വിഷ്ണുനാഥിന് 40 വോട്ടും ലഭിച്ചു. PC വിഷ്ണുനാഥ് 40 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീ MP രാജേഷിനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.
അപ്പോൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എം പി രാജേഷിനെ ഞാൻ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുന്നു. സഭാംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വ നിർവഹണ ചുമതലകൾ പരിരക്ഷിക്കുന്നതിനും അങ്ങനെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ സ്പീക്കർക്ക് കഴിയട്ടെ. ശ്രീ എം പി രാജേഷിനെ നിയമസഭ സ്പീക്കറായി തിരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി അങ്ങനെയാണ് പറഞ്ഞത്. സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയുമെന്ന എം പി രാജേഷിന്റെ നിലപാടിനെ പ്രതിപക്ഷം വിമർശിച്ചു. സ്പീക്കർ രാഷ്ട്രീയം പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയും എന്നുള്ള അങ്ങയുടെ ഒരു പ്രസ്താവന ഞങ്ങളെ കുറച്ച് വേദനിപ്പിച്ചു എന്ന കാര്യം ഞാനിവിടെ പരാമർശിക്കുന്നു. അത്തരമൊരു പ്രസ്താവന കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒരാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങ് ഈ സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും. അത് സംഘർഷങ്ങൾ ഉണ്ടാക്കും. നിയമസഭയിൽ വരുമ്പോൾ അത് ഒളിച്ചു വെക്കാൻ പ്രതിപക്ഷമായി ഞങ്ങൾക്ക് കഴിയില്ല. അത് സഭാപ്രവർത്തനത്തിന് തടസ്സപ്പെടും. അതുകൊണ്ട് തീർച്ചയായും സഭാനാഥൻ ഏറ്റവും അധികം സംരക്ഷിക്കേണ്ടത് പ്രതിപക്ഷത്തെയാണെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പി ജെ ജോസഫിന്റെയും ഓർമ്മപ്പെടുത്തൽ. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായ അഭിപ്രായം പറയുമെന്നല്ല ഉദ്ദേശിച്ചതെന്ന് പ്രതിപക്ഷ നേതാവിന് രാജേഷിന്റെ മറുപടി. പൊതുവായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുമെന്നാണ് വ്യക്തമാക്കിയത്. സ്പീക്കർ പദവി മാനിച്ചായിരിക്കും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർത്തുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനും സ്പീക്കർ എന്ന നിലയിൽ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും. സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയും എന്ന മാധ്യമങ്ങളിൽ വന്ന പ്രസ്താവനയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. അങ്ങനൊരു പ്രസ്താവന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിട്ടുള്ള ആശങ്ക മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയം പറയും എന്നല്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സ്പീക്കർ പ്രവർത്തിക്കുകയില്ല. എന്നാൽ സഭയ്ക്ക് പുറത്തുയർന്നു വരുന്ന പൊതുവായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളിൽ അഭിപ്രായം പറയും എന്നുള്ളതാണ്. ഇടവേള. കോവിഡ് സമയത്ത് കോച്ചിങ് സെന്റർ ഒന്നും പുലരിയിൽ എന്തിനാണ് വാർത്തകൾ പൊട്ടിത്തെറിക്കുന്നത്? സൗമ്യമായി പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ? വോട്ടിനെ കുറിച്ച് മാത്രമല്ല, അറിയണ്ടേ പാട്ടിനെ കുറിച്ചും. സംസ്ഥാന കുടുംബശ്രീ മിഷനിലെ വെബ്സൈറ്റിലെ ഡാറ്റകൾ ചോരുന്നു. 7000-ലധികം വ്യക്തികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ചോർന്നതായാണ് കണ്ടെത്തൽ. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കുടുംബശ്രീയെ അറിയിച്ചിട്ടും ഇതുവരെ നടപടിയുണ്ടായില്ല. സംസ്ഥാന കുടുംബശ്രീ മിഷൻ വെബ്സൈറ്റിലേക്കുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർന്നതായാണ് വെളിപ്പെടുത്തൽ. കേരള സൈബർ സ്പേസ് എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന വയനാട് തരുവണ സ്വദേശി മഹാജറാണ് കുടുംബശ്രീ മിഷനിലെ ADS, CDS അംഗങ്ങൾ ഉൾപ്പെടെ 7000-ലധികം വ്യക്തികളുടെ വിവരങ്ങൾ ചോർന്നതായി കണ്ടെത്തിയത്.
സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് കുടുംബശ്രീയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇമെയിൽ അയച്ചു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലും പ്രശ്നം വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തി. മാർച്ച് അവസാനം വീണ്ടും മെയിൽ അയച്ചു. IT ചുമതലയുള്ളവരെയും ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചു. പരിഹരിക്കാം എന്ന മറുപടി ലഭിച്ചതല്ലാതെ സുരക്ഷാ വീഴ്ച പരിഹരിക്കാൻ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്ന് മഹാജിർ പറയുന്നു. ഏകദേശം 7000-ന്റെ മേലെ ആൾക്കാരുടെ പേഴ്സണൽ ഡാറ്റ, പാസ്വേഡ്സ് അടക്കമുള്ള ഡാറ്റാസ് ആണ് ഇതിലുള്ളത്. അത് ലീക്കായി കഴിഞ്ഞാൽ അവരുടെ വേറെ അക്കൗണ്ട്സും എല്ലാം എഫക്റ്റ് ആവും. ഈ അക്കൗണ്ട് മാത്രമല്ല, വേറെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സോ ഇമെയിൽസോ ബാങ്ക് അക്കൗണ്ട്സോ അതിലൊക്കെ പാസ്വേഡും ചിലപ്പോൾ സെയിം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വൻ ഇഷ്യൂ ആണ്. വ്യക്തിഗത വിവരങ്ങൾ മറ്റു പല രീതിയിലും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ആശങ്ക ഉയരുന്നത്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. കൂടുതൽ വിവരങ്ങളുമായി രതീഷാണ് ചേരുന്നത്. രതീഷ്, നിലവിൽ എന്തൊക്കെ സുരക്ഷാ പ്രശ്നങ്ങൾ ഈ വെബ്സൈറ്റിനുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്? ഏതുതരം ഡാറ്റകളാണ് ചോരുന്നത്? ഗോപി, തീർച്ചയായും ഇദ്ദേഹം ഒരു സൈബർ സ്പേസുമായി ബന്ധപ്പെട്ട റിസർച്ച് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇതിൽ BCA സൈബർ ലോയിൽ ബിരുദമെടുത്ത ശേഷം ഇദ്ദേഹം ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്. വയനാട് തരുവണ സ്വദേശിയാണ് മഹാവീർ. ജനുവരി 2-നാണ് ആദ്യമാണ് ഇത് കണ്ടെത്തുന്നത്. 2-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ കുടുംബശ്രീ മിഷന്റെ ഈ സൈറ്റിൽ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ, ഈ സൈറ്റിലുള്ള വ്യക്തിഗത വിവരങ്ങൾ പൂർണ്ണമായും പുറമെ നിന്ന് മറ്റൊരാൾക്ക് ഉപയോഗപ്പെടുത്താൻ തക്ക രീതിയിലാണ് നിലവിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും ഇദ്ദേഹം മഹാജിർ മെയിൽ അയച്ചത്. അതായത് നേരിട്ട് വളരെ അതിവിദഗ്ധനല്ലാത്ത ഒരു സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് പോലും ഈ സൈറ്റിൽ കയറി ഇദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഡാറ്റയിൽ വരെ എത്തി ഇതിലുള്ള വിവരം എടുക്കാവുന്ന തരത്തിലാണ്. മഹാബീർ മുഹമ്മദ് തന്നെ സൈബർ സ്പേസ് ഗവേഷകൻ ചേരുന്നു. മഹാബീർ, എങ്ങനെയൊക്കെയാണ് ഇതിനെ ദുരുപയോഗിക്കാൻ കഴിയുന്നത്? നിലവിൽ ആ ഉദ്ദേശത്തോടു കൂടി സൈറ്റിൽ കയറുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും? പേഴ്സണൽ ഇൻഫർമേഷനായ പേര്, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, പിന്നെ മറ്റു ഡീറ്റെയിൽസ്, അഡ്രസ് പോലുള്ള ഡീറ്റെയിൽസ്. പാസ്വേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിന്റെ? ഇമെയിലിന്റെ പാസ്വേഡ്? ഇമെയിലിന്റെ പാസ്വേഡ് അല്ല, ഈ കുടുംബശ്രീന്റെ വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് അതിൽ അവൈലബിൾ ആണ്. ഓ, അപ്പോ അത് രഹസ്യമാക്കേണ്ട ഒരു കാര്യമല്ലേ? അത് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അത് ഒരു ഡാറ്റാബേസിന്റെ ബാക്കപ്പ് എൻക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ അവിടെ വെറുതെ ഇട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ആരുടെയൊക്കെ പാസ്വേഡ് വരെ ഇതിൽ നിന്നും ചോർത്താം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 7000-ന്റെ അടുത്തോ അതിന് മേലെ ആൾക്കാരുടെ ഡാറ്റാസ് മൊത്തം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പൊ ഇന്നലെ ഈ ഇത് വന്നതിന് ശേഷം അവർ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി മെഷർ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു കവറപ്പ് മാത്രം നടത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇത് സോൾവ് ചെയ്തിട്ടില്ല. എന്റെ ഒരു സംശയത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ ഇതിൽ ഈ വെബ്സൈറ്റിൽ പേരും വിവരങ്ങളും ചേർക്കുന്നത് ഈ ഉദ്യോഗസ്ഥരുടെയാണ് അല്ലേ? ഉദ്യോഗസ്ഥരുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഈ CDS അങ്ങനത്തെ ആൾക്കാരുടെ ഒക്കെയാണ് മെയിൻ ആയിട്ട് പാസ്വേഡ്. അവരുടെ മെയില്, ലൊക്കേഷൻ, ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കാം ഒക്കെ ഉണ്ടാവും. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഈ എന്താ പറയാ ചികിത്സാ സഹായം അതുപോലത്തെ ഫണ്ടൊക്കെ കൈപ്പറ്റിയതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിലും ഈ പറഞ്ഞ പോലെ പേര്, രോഗവിവരങ്ങള്, പിന്നെ അഡ്രസ്, ഫോൺ നമ്പർ, രോഗവിവരങ്ങൾ അങ്ങനെ വരാൻ പാടുമോ? രോഗവിവരങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗവിവരങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ആരാണ് ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് വലിയ ധാരണ ഇതിനെക്കുറിച്ചില്ല, എന്നാലും ഞാൻ തങ്ങളെ പോലുള്ള വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അതായത് ഒരു വ്യക്തി, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ പലതിനും കൊടുക്കുന്ന പാസ്വേഡ് ഏകദേശം സെയിം ആയിരിക്കും. ഇപ്പം ഇമെയിലിന് കൊടുക്കുന്ന പാസ്വേഡ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ മറ്റൊരു ആമസോൺ പ്രൈമിൽ ജോയിൻ ചെയ്യാൻ കൊടുത്തതും ചിലപ്പോൾ അത് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുടെ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ പല രീതിയിൽ ദുരുപയോഗിക്കാം അല്ലേ? അങ്ങനെ സാധ്യതയില്ലേ? അതാണ് ഇതിന് കിട്ടുന്ന പാസ്വേഡ് എനിക്ക് ചിലപ്പോൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടോ ഇമെയിൽ അക്കൗണ്ടോ ചിലപ്പോൾ ബാങ്കിങ്ങിന്റെ പാസ്വേഡ് പോലും ഈ പാസ്വേഡ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഭൂരിഭാഗം ആൾക്കാരും ഒരേ പാസ്വേഡ് തന്നെയാണ് പല അക്കൗണ്ടുകളും യൂസ് ചെയ്യുക. അപ്പൊ അത് വൻ ഇഷ്യൂ ആണ്. സാധാരണക്കാരൊക്കെ പരമാവധി ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടില്ല. പല ആപ്പുകളിലാണെങ്കിലും ഏകദേശം അവർക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ഒരു പാസ്വേഡ്, എല്ലാവരുടെ പാസ്വേഡ് സെയിം ആയിരിക്കും. അപ്പൊ അതാണ് ഇതിലൊരു വലിയ പ്രശ്നം സംഭവിക്കാനിടയുള്ളത് അല്ലേ? അതെ 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 അതെ. അപ്പൊ ഇത് പരാതിപ്പെട്ടിട്ട് അവരെന്താ പറയണത്? പരാതി ഞാൻ ജനുവരി മുതൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരുപാട് തവണ അയച്ചു. പിന്നെ മാർച്ച് ആയപ്പോഴത്തേക്ക് ഞാൻ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പം ഒന്നും കൂടി മെയിലയക്കാൻ പറഞ്ഞു, അയച്ചു കൊടുത്തു. അപ്പൊ കണ്ടു, നമ്മൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് ഫോൺ വെച്ചു.
പിന്നെ അതിൽ കാര്യമായിട്ട് അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇപ്പം റീസെന്റ് ചെക്ക് ചെയ്ത സമയത്ത് അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. രണ്ടാമതൊരു കാര്യം, ഇതിപ്പോ താങ്കളിപ്പോഴുള്ളൊരു വിദഗ്ധർക്ക് മാത്രമാണോ ഇങ്ങനെ പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക, അതോ അത്യാവശ്യം ധാരണയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുമോ? പാസ്വേഡ് ചെറിയ രീതിയിൽ ഒരു എൻക്രിപ്ഷൻ ഉണ്ട് പാസ്വേഡിന്റെ മുകളിൽ, പക്ഷെ അത് ഈസിയായിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റു ഡാറ്റാസ് ഒക്കെ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യുന്ന രീതിയിലാണ്. ഒരു ചെറിയൊരു ബേസിക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് വേണ്ടത് ഇത് മറ്റുള്ളവർക്ക് കിട്ടാത്ത രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതെ അതെ അതെ. പിന്നെ ഇതിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഞാനൊരു ആയിക്കോട്ടെ, ഏതെങ്കിലും സൈറ്റിൽ നമ്മൾ കയറുന്നു, അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, അവിടെ നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്നു, അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സുരക്ഷാപേക്ഷ ഉണ്ടെങ്കിൽ അത് നിയമപരമായി ഏതൊക്കെ നിയമത്തിൻ്റെ ലംഘനം കൂടിയാണ് അത്? അതൊന്ന് വിശദീകരിക്കാമോ? നിയമവശങ്ങൾ എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഏതായാലും അത് സുരക്ഷാ നിയമത്തിന് വിരുദ്ധമാണ്. അതെ 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 അതെ, ആൾക്കാരുടെ പ്രൈവസി ബാധിക്കുന്ന കാര്യമാണ്. ഏതായാലും മഹാദിർ മുഹമ്മദാണ് പ്രതികരിച്ചത്. അദ്ദേഹമാണ് ഇതിനെപ്പറ്റി നടത്തിയിട്ടുള്ളതും. മഹാദിർ, ഏകദേശം 7000-ഓളം പേരുടെ ഇത്തരത്തിൽ വിവരങ്ങൾ എന്താ പറയുക, വിദഗ്ധർക്ക് വേണമെങ്കിൽ കടന്നുഴഞ്ഞു കയറാൻ പറ്റുന്ന പാകത്തിൽ ആ സൈറ്റിലുണ്ട് എന്നർത്ഥം അല്ലേ? അതെ അതെ, 7000-ഓളം ആൾക്കാരുടെ യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഈ രോഗവിവരങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം 4000-ന് മേലെ ആൾക്കാരുടേതും ഉണ്ട്. മനസ്സിലായി. ഏതായാലും നന്ദി മഹാദിർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രതീഷ്, അദ്ദേഹം പറഞ്ഞത് അത് ആ അർത്ഥത്തിൽ ഒരു ഭയങ്കര വലിയ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 7000-ഓളം പേരുടെ മെയിൽ ഐ ഡി പിന്നെയും കിട്ടാം, പക്ഷേ അതിനുപയോഗിച്ച് അവർ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് വരെ എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു വലിയ വീഴ്ചയായി തന്നെ കാണണ്ടേ? ഏതായാലും അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു കാര്യമായി തന്നെ അതിനെ കാണണ്ടേ? സർക്കാർ അതിനെ കാണുന്നുണ്ടോ? നിലവിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഗോപി, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ജനുവരിയിൽ മഹാദിർ ഇത് കണ്ടെത്തുന്നു. ജനുവരി 2-ന് മഹാദിർ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട കുടുംബശ്രീയുടെ ആളുകളോട് മെയിലയച്ച് ഇത് വലിയ ഗൗരവമാണ്, പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുന്നു. മറുപടി ഉണ്ടാവുന്നില്ല. ഫെബ്രുവരി 21-ന് വീണ്ടും ഇദ്ദേഹം ഇത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുന്നു പറയുന്നു. പിന്നീട് മാർച്ച് 17-നും 19-നും ഇതേ കാര്യം ഉന്നയിച്ച് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അടിയന്തരമായി പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ അവർ പറഞ്ഞില്ല. വീണ്ടും മറ്റൊരു ഫോണിൽ വിളിച്ചു പറയുമ്പോൾ മറ്റൊരു മെയിൽ ഐ ഡി വരുന്നു, അതിലേക്ക് വീണ്ടും ഈ കംപ്ലൈന്റ് അയക്കുന്നു, എന്നിട്ടും പരിഹരിക്കുന്നില്ല. പക്ഷെ ഇന്നലെ 7 മണിക്ക് ശേഷം മാത്രമാണ് താൽക്കാലികമായി ഇത് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു മറയുണ്ടായിട്ട് മഹാദിർ സൂചിപ്പിച്ചുള്ള വലിയ തരത്തിൽ, എന്നാലും അത് സുരക്ഷിതമല്ല, അതും പൊളിച്ച് ഈ വിവരങ്ങളിലേക്ക് കടക്കാൻ വലിയ വൈദഗ്ധ്യമില്ലാത്തവർക്ക് പോലും കഴിയുമെന്നാണ് മഹാദിർ സൂചിപ്പിച്ചത്. അപ്പൊ സ്വകാര്യ വിവരങ്ങൾ, വ്യക്തിഗതമായ ഈ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്ന വലിയ സംഘങ്ങൾ ഉണ്ട്. നമുക്കറിയാം, ഒരു ഡാറ്റയ്ക്ക്, വിവരത്തിന് 5 രൂപ, 10 രൂപ, അതുപോലെ ആളുകളുടെ ഒരു സാധ്യതയൊക്കെ വെച്ച് വലിയ തരത്തിൽ പണം വാങ്ങുന്ന സംഘങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവരുടെ സുരക്ഷാ വീഴ്ച 6 മാസത്തോളമായി ഇതിൽ ഒരു കൃത്യമായ പ്രതിരോധ സംവിധാനമോ സുരക്ഷാ സംവിധാനമോ ഒരുക്കുന്നതിൽ ഒരു അലംഭാവം കാണിച്ചു എന്ന് തന്നെയാണ് ഇതിൽ ആരോപിക്കാവുന്ന ഒരു കുറ്റം. കാരണം ഈ സാങ്കേതിക പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇത്തരത്തിൽ ഈ മേഖലയിൽ. പക്ഷെ അത് കണ്ടെത്തി വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ പരിഹരിക്കുകയും അതിന്, അതായത് 6 മാസത്തോളം ചൂണ്ടിക്കാണിച്ചിട്ടും ഈ 17,000-ഓളം പേരുടെ ഡാറ്റ, അത് പാസ്വേഡ് അടക്കമുള്ള ഡാറ്റ ദുരുപയോഗപ്പെടുത്തേണ്ടവർക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ സുരക്ഷാ വീഴ്ചയോടുകൂടി നിലനിർത്തി. അതാണ് അതിൽ പ്രശ്നം അല്ലേ? തീർച്ചയായും ഇത് ഇന്ന് പരിഹരിച്ചു എന്നത് നിരന്തരം പ്രഷർ ചെയ്ത ശേഷവും മാത്രവുമല്ല, ചില മേഖലകളിൽ ഇത്തരത്തിൽ ഒരു അന്വേഷണം വേറെ തരത്തിൽ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ആളുകൾ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നലെ താൽക്കാലികമായെങ്കിലും എന്തെങ്കിലും ചെയ്യുക എന്ന നിലപാടിലേക്ക് വരികയും ഒരു വളരെ ചുരുങ്ങിയ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 6 മാസം ഇത്തരത്തിൽ ഏതൊക്കെ സംഘങ്ങൾ ഈ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഈ അലംഭാവം ആണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതും. ഗോപി, രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. രാജ്യത്തെ പ്രതിദിന കോവിഡ് വർധന 2 ലക്ഷത്തിൽ താഴെ എത്തി. 41 ദിവസത്തിനിടെ ആദ്യമായാണ് കോവിഡ് വർധന ഇത്രയും കുറയുന്നത്. പ്രതിദിന മരണം 3511 കുറയുകയും ചെയ്തു. ഇതിനിടെ ബ്ലാക്ക് ഫംഗസിനുള്ള മരുന്ന് സംസ്ഥാനങ്ങൾക്ക് അധികം ലഭ്യമാക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു. വിദേശത്ത് പഠിക്കാനും ജോലിക്കായും പോകുന്നവർക്ക് ഉൾപ്പെടെ വാക്സിനേഷന് മുൻഗണന നിശ്ചയിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. 11 വിഭാഗക്കാരെ കൂടിയാണ് പുതിയതായി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ 3.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ എത്തിയതോടെ വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായി. സംസ്ഥാനത്ത് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവരുടെ വാക്സിനേഷൻ മുൻഗണനാ വിഭാഗത്തിലാണ്.
11 വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയത്. വിദേശത്ത് പഠിക്കാനും ജോലിക്കുമായി പോകുന്നവർക്ക് പല രാജ്യങ്ങളും വാക്സിനേഷൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം. ഇതുകൂടാതെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, FCI, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി, വനിതാ ശിശു വികസന വകുപ്പ്, മൃഗസംരക്ഷണം, ഫിഷറീസ് എന്നീ വകുപ്പുകളിലെ ഫീൽഡ് സ്റ്റാഫ്, SSLC, HSC, VHSC തുടങ്ങിയ പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിൽ നിയമിച്ച അധ്യാപകർ, പോർട്ട് സ്റ്റാഫ്, കടൽ യാത്രക്കാർ എന്നീ 11 വിഭാഗങ്ങളിലുള്ളവരാണ് വാക്സിനേഷന്റെ മുൻഗണനാ വിഭാഗത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 32 വിഭാഗങ്ങളിലുള്ളവരെ നേരത്തെ കോവിഡ് മുന്നണി പോരാളികളായി പരിഗണിച്ചിരുന്നു. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമത്തിനും താൽക്കാലിക പരിഹാരമായി കേന്ദ്രം അനുവദിച്ച 3.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകാനുള്ള വാക്സിനാണിത്. തിരുവനന്തപുരത്ത് ഇന്ന് 98 കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ നടത്തുന്നുണ്ട്. നാളെ മുതൽ മറ്റു ജില്ലകളിലും വാക്സിനേഷൻ ക്യാമ്പുകൾ പുനരാരംഭിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും കോവിഡ് വാക്സിൻ നൽകുന്നതിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തം. ഇവർക്കായി പഞ്ചായത്ത് തലത്തിൽ വാക്സിൻ വിതരണത്തിന് കേന്ദ്രങ്ങൾ വേണം എന്നാണ് ആവശ്യം. സ്പെഷ്യൽ സ്കൂളുകൾ ഉൾപ്പെടെ വാക്സിൻ നേരിട്ട് എത്തിച്ച് നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന മീനുവിന് ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ജോസഫ് ബെനഡിക്ട് കോത്തലങ്കോ സിസ്റ്റേഴ്സാണ് ആശ്രയം. കാഴ്ച നഷ്ടപ്പെട്ട മീനുവിനെ വഴികാട്ടുന്നതും ഇവർ തന്നെ. സാധനയ്ക്കും ട്രീസയ്ക്കും ബേബിക്കും റമ്മലയ്ക്കുമൊന്നും ഒറ്റയ്ക്ക് പുറത്തു പോകാനാകില്ല. ഇങ്ങനെ കോവിഡ് വാക്സിൻ എടുക്കാനായി ബുദ്ധിമുട്ടുന്നവർ സംസ്ഥാനത്ത് തന്നെ 10,000-കണക്കിന് പേരാണ്. മാനസിക വെല്ലുവിളി നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ, ഓട്ടിസം ബാധിച്ചവർ, കാഴ്ചയില്ലാത്തവർ എന്നിവർക്കെല്ലാം മുൻഗണനാടിസ്ഥാനത്തിൽ വാക്സിൻ നൽകാൻ സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന ഇവർക്ക് വാക്സിൻ എടുക്കാനായി നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കായി വാക്സിൻ എടുക്കുന്നതിന് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഓരോ സെന്ററുകളെങ്കിലും അനുവദിക്കണമെന്നാണ് ആവശ്യം. അപ്പോൾ അവരവരുടെ സ്കൂളിൽ അവർക്ക് പരിചയമുള്ള ഏറ്റവും സുപരിചിതമായ ടീച്ചേഴ്സ് അവരോടൊപ്പം ഉണ്ടാകുമ്പോൾ അത് ഒത്തിരിയും കൂടെ ഫലപ്രദമായിരിക്കും. അപ്പോൾ കഴിയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടികൾ മാത്രമായിട്ട് വാക്സിനേഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. വീടുകളിൽ കഴിയുന്ന ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്നവർക്കും നിശ്ചയിക്കപ്പെട്ട ദിവസം വാക്സിൻ എടുത്ത് വേഗത്തിൽ മടങ്ങാൻ സെന്ററുകൾ അനുവദിക്കുന്നത് ഉപകരിക്കും. ഇവരെ പരിചരിക്കുന്നവർ, സ്കൂളിലെ അധ്യാപകർ, കുട്ടികളുടെ മാതാപിതാക്കൾ എന്നിവർക്കും വാക്സിൻ നൽകണമെന്ന ആവശ്യമുണ്ട്. കോവിഡ് പിടിപെട്ടാൽ ഏറെ ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുള്ളവരാണ് മാനസിക വെല്ലുവിളി നേരിടുന്നവരും ഭിന്നശേഷിക്കാരും. അതുകൊണ്ട് തന്നെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കോവിഡ് വാക്സിൻ എത്തിക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സിജോ വി ജോൺ, ന്യൂസ് 18. ബ്ലാക്ക് ഫംഗസ് ബാധിച്ചവരിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് നൽകുന്ന മരുന്നിന് ക്ഷാമരൂക്ഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6 രോഗികൾക്ക് മരുന്ന് ലഭിക്കാത്തതിനാൽ ഇന്നലെ കുത്തിവയ്പ് മുടങ്ങി. പ്രമേഹം ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ബ്ലാക്ക് ഫംഗസ് ബാധിതർക്ക് കുത്തിവെക്കുന്ന മരുന്നാണ് ലൈപ്പോസോമൽ ആംഫോടെറിസിൻ. എന്നാൽ മരുന്നിപ്പോൾ സംസ്ഥാനത്ത് സ്റ്റോക്കില്ല. ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 19 പേരിൽ 6 പേർ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. 6 പേർക്ക് പ്രതിദിനം 36 വയൽ ലൈപ്പോസോമൽ ആംഫോടെറിസിൻ ആവശ്യമുണ്ട്. എന്നാൽ മരുന്ന് കിട്ടാതെ വന്നതോടെ 6 പേർക്ക് ഇന്നലെ കുത്തിവെപ്പ് നടത്താനായില്ല. മരുന്ന് മുടങ്ങിയാൽ ഇവരുടെ ആരോഗ്യനില മോശമാകും. 13 പേർക്ക് ആംഫോടെറിസിൻ B ആണ് നൽകുന്നത്. ഈ മരുന്ന് ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. ആംഫോടെറിസിൻ B ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് നൽകിയാൽ വൃക്കയെ ബാധിക്കാൻ സാധ്യതയേറെയാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഒരു തവണ കുത്തിവെക്കുന്നതിനുള്ള ലൈപ്പോസോമൽ ആംഫോടെറിസിന് 3000 രൂപയാണ് വില. 6 വയൽ മരുന്നാണ് ഒരു ദിവസം ഒരു രോഗിക്ക് നൽകുന്നത്. വില കൂടുതൽ ആയതിനാൽ അധികം സ്റ്റോക്ക് ചെയ്യാറില്ല. തിരുവനന്തപുരത്തെ KMCL നിന്നാണ് മരുന്നെത്തിക്കുന്നത്. ലൈപ്പോസോമലിന് കടുത്ത ക്ഷാമമുള്ളതിനാൽ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട്. ബ്ലാക്ക് ഫംഗസിനുള്ള ലൈപ്പോസോമൽ എന്ന മരുന്നിന്റെ ക്ഷാമം കേരളത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലിലാണ് ഇനി സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. രാജ്യത്ത് ആശങ്കയുയർത്തി യെല്ലോ ഫംഗസ് ബാധയും. ബ്ലാക്ക് ഫംഗസിനെയും വൈറ്റ് ഫംഗസിനേക്കാളും അപകടകാരിയാണ് യെല്ലോ ഫംഗസ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. കോവിഡ് അനന്തര രോഗങ്ങളിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് യെല്ലോ ഫംഗസ്. ബ്ലാക്ക് ഫംഗസിനെയും വൈറ്റ് ഫംഗസിനെയുംക്കാൾ അപകടകാരി. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയാണ് യെല്ലോ ഫംഗസ് ബാധിക്കുക. അതുകൊണ്ടുതന്നെ ഫംഗസ് ബാധ ആദ്യഘട്ടത്തിൽ കണ്ടെത്തുക എളുപ്പമാകില്ല.
തലവേദന, അലസത, വിശപ്പില്ലായ്മ, ദഹനക്കുറവ് തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ശരീരഭാരം കുറയുക, മുറിവുകൾ ഉണങ്ങാതിരിക്കുക, കണ്ണുകളിൽ പഴുപ്പ് പ്രത്യക്ഷപ്പെടുക എന്നിവയും രോഗലക്ഷണങ്ങളാണ്. കോവിഡ് ഭേദമായാലും ചിലരിൽ ഇവയെല്ലാം കാണാനിടയുള്ളതിനാൽ ഫംഗസ് ബാധയുടെ സ്ഥിരീകരണം വൈകാനിടയുണ്ട്. യെല്ലോ ഫംഗസ് രൂക്ഷമായാൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടേക്കാം. കൂടുതൽ രൂക്ഷമായാൽ കോശങ്ങൾ നശിക്കാമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രമേഹ രോഗികളിലും അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയവരിലും ഹോർമോൺ ചികിത്സ എടുക്കുന്നവരിലുമാണ് രോഗം കൂടുതൽ അപകടകാരിയാകുക. ഉത്തർപ്രദേശിലെ ഹാസിയാബാദിലാണ് ആദ്യം യെല്ലോ ഫംഗസ് സ്ഥിരീകരിച്ചത്. പഴയ ഭക്ഷണം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഫംഗസ് ബാധ തടയാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന്. വൃത്തിയില്ലായ്മയും ഈർപ്പമുള്ള സാഹചര്യങ്ങളും ഫംഗസ് ബാധയ്ക്ക് കാരണമാകും. കഴുകി ഉപയോഗിക്കുന്ന മാസ്കുകൾ നന്നായി ഉണങ്ങിയില്ലെങ്കിലും അപകടകാരിയാകും. ബ്ലാക്ക് ഫംഗസിനും വൈറ്റ് ഫംഗസിനും ഉപയോഗിക്കുന്ന ആംഫോടെറിസിൻ തന്നെയാണ് യെല്ലോ ഫംഗസിനുമുള്ള മരുന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നീ സഞ്ജീവനി ക്യാമ്പയിൻ. കൊച്ചിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഓടിയെത്താൻ ഇനി ഓട്ടോ ആംബുലൻസുകളും. എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് സഹകരണ സംഘവും കൊച്ചി കോർപ്പറേഷനും സഹകരിച്ചാണ് ഓട്ടോ ആംബുലൻസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. കോവിഡ് രോഗികൾക്ക് സഹായമെത്തിക്കാനാണ് സന്നദ്ധ പ്രവർത്തകരായി ഇവർ ഇറങ്ങുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലല്ലാത്ത രോഗികളെയും സഹായികളെയും ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാന ദൌത്യം. കോവിഡ് പ്രതിരോധത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കാനും ഇവരുടെ സഹായമുണ്ടാകും. പൾസ് ഓക്സിമീറ്റർ, ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എന്നിവ രോഗികൾക്കും ക്വാറന്റൈനിലിരിക്കുന്നവർക്കും ലഭ്യമാക്കും. 18 ഓട്ടോ തൊഴിലാളികളാണ് ആദ്യഘട്ടത്തിൽ സന്നദ്ധ സേവനത്തിനിറങ്ങുന്നത്. കോർപ്പറേഷനിലെ 74 ഡിവിഷനുകളെ 8 സോണുകളാക്കി തിരിച്ചാണ് സേവനം ലഭ്യമാക്കുക. 24 മണിക്കൂറും സൗജന്യ സേവനമാണ് വാഗ്ദാനം ചെയ്യുന്നത്. 6 പ്രമുഖ ട്രേഡ് യൂണിയനുകൾ ചേർന്ന് CITU, INTUC, AITUC, BMS, STU, TUCI ചേർന്ന് രൂപീകരിച്ചതാണ് എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് സഹകരണ സംഘം. 2019 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആ സംഘവുമായി കൊച്ചി കോർപ്പറേഷനുമായി ചേർന്ന് ഒരു വലിയ പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുകയാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി പ്രത്യേക പരിശീലനവും ഡ്രൈവർമാർക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം 2 ഷിഫ്റ്റുകളിലായാണ് സർവീസ്. കോർപ്പറേഷന്റെ വാർ റൂമിലേക്കാണ് സേവനത്തിനായി വിളിക്കേണ്ടത്. ഒരു ഫോൺ കോളിനപ്പുറം സഹായഹസ്തവുമായി ഇനി ഇവരുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ബംഗാൾ ഉൾക്കടലിലെ യാസ് ചുഴലിക്കാറ്റ് അടുത്ത മണിക്കൂറുകളിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും. വടക്കൻ ഒഡീഷ, പശ്ചിമബംഗാൾ തീരങ്ങളെ ലക്ഷ്യമാക്കിയാണ് യാസ് നീങ്ങുന്നത്. ഒഡീഷയിലും പശ്ചിമബംഗാളിലും കാറ്റും മഴയും തുടങ്ങി. മേഖലയിൽ കൂടുതൽ കാലാവസ്ഥാ നിരീക്ഷണ കേരളയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാളെ ഉച്ചയോടെ തീരം തൊടുന്ന യാസിന്റെ വേഗം 180 കിലോമീറ്റർ വരെ ആവാം എന്നാണ് പ്രവചനം. ചുഴലിക്കാറ്റിന്റെ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. മറ്റ് ജോലികൾ ഏകദേശം പൂർത്തിയായി. കൽക്കത്ത ഹൈക്കോടതി നാളെയും മറ്റന്നാളും പരിഗണിക്കാൻ വെച്ചിരുന്ന കേസുകൾ മാറ്റിവെച്ചു. ഈ മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളും ബാർജുകളും ബോട്ടുകളും കൊൽക്കത്തയിലെ തുറമുഖത്തേക്ക് അടുപ്പിച്ചു. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വയനാട് റേഞ്ചിൽ ബാവലി കക്കേരിയിൽ വനാതിർത്തിയോട് ചേർന്ന് സ്ഥാപിച്ച കെണിയിൽ കരടി കുടുങ്ങി. കരടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. വയനാട് മാനന്തവാടി റേഞ്ചിൽ കക്കേരി വനത്തിൽ നിന്ന് 100 കിലോമീറ്റർ ഉള്ളിൽ കെടിയിൽ കുടുങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. കോവിഡ് വലിയ ആശങ്കയായി വ്യാപിക്കുകയാണ്. ജീവൻ നിലനിർത്താൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഒരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും.